ഞാൻ കിരൺ. പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ഓട്ടോമൊബൈൽ കമ്പോണൻസ് എന്ന സബ്ജക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാസ്റ്റിംഗ് പ്രോസസ്സിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പായ പാറ്റേൺ മേക്കിങ്ങിനെ കുറിച്ചായിരുന്നു. പാറ്റേൺ മേക്കിങ്ങിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പാറ്റേൺ മെറ്റീരിയൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ടൈപ്പ് ഓഫ് പാറ്റേണുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കതിൽ ലാസ്റ്റ് വരുന്ന ചെറിയൊരു പോർഷൻ ഉണ്ട്, അതാണ് പാറ്റേൺ അലവൻസ് എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക് കൂടി കവർ ചെയ്യുമ്പോൾ നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, അതായത് പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് മോൾഡിംഗ് പ്രോസസ്സുകൾ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോൾഡിംഗ് പ്രോസസ്സുകൾ നമ്മൾ നോക്കും. അതുപോലെ തന്നെ മോൾഡിങ്ങിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഭാഗം. കാസ്റ്റിങ്ങിൽ നമ്മൾ മാനുഫാക്ചറിങ് ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാസ്റ്റിങ്സ്, സ്പെഷ്യൽ കാസ്റ്റിംഗ് മെത്തേഡുകളുണ്ട്, അതുപോലെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കാസ്റ്റിംഗ് മെത്തേഡുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. കാസ്റ്റിംഗ് എന്നുള്ള പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, നമ്മളെ പാറ്റേൺ മേക്കിങ്ങിൽ ലാസ്റ്റായിട്ട് വരുന്ന പാറ്റേൺ അലവൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പാറ്റേൺ അലവൻസ്, നമ്മൾ നോർമലി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഒരു പാറ്റേൺ ഉണ്ടാവും അല്ലേ? നമ്മൾ ആ പാറ്റേൺ എന്ത് ചെയ്യും? മോൾഡിംഗ് സാൻഡിൽ മോൾഡ് ക്യാവിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ മോൾട്ടൺ മെറ്റൽ അതിൽ ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ ഫൈനൽ കാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ അതിന് റിലീസ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോസസ്സിൽ, ഈ എൻ്റയർ പ്രോസസ്സിൽ നമ്മളുടെ പാറ്റേണിൻ്റെ സൈസ് എന്ന് പറയുന്നത് റിക്വയർഡ് കാസ്റ്റിങ്ങിൻ്റെ അതേ ഷേപ്പിലായിരിക്കും. നമ്മൾ റെക്റ്റാങ്കുലർ ബ്ലോക്കാണ് നമ്മളുടെ പാറ്റേൺ എന്ന് വിചാരിക്കുക. ഈ പാറ്റേണിൽ നമ്മൾ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ മോൾഡ് ക്യാവിറ്റി എന്തായിരിക്കും? ഇതേ ഒരു ഡയമെൻഷൻ, അതായത് ഇതിൻ്റെ ഈ ബ്ലോക്കിൻ്റെ റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഡയമെൻഷൻസ് എന്താണോ, അതായത് ലെങ്ത് ഉണ്ടാവും, അതുപോലെ നമ്മളുടെ ഈ ബ്രെഡ്ത്ത് ഉണ്ടാവും. ഇതേ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ എവിടെ പ്രൊഡ്യൂസ് ചെയ്യും? ഈ മോൾഡിംഗ് ക്യാവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുക? നമ്മളുടെ പാറ്റേൺ മോൾഡിംഗ് സാൻഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മളുടെ ഇവിടെ ഉപയോഗിച്ച ലെങ്ത് എന്താണോ അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്താണോ അതേ ഡയമെൻഷൻ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മളുടെ റിക്വയർഡ് മോൾഡ് ക്യാവിറ്റിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാവും ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ മോൾഡ് ക്യാവിറ്റിയിൽ നിന്ന് ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്, അതായത് പാറ്റേൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതെവിടെ കിടക്കുന്നത്? മോൾഡിംഗ് സാൻഡിലാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ എഡ്ജസിലൊക്കെ എന്തുണ്ടാവും? മോൾഡിംഗ് സാൻഡുകൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജസിലൊക്കെ എന്ത് സംഭവിക്കാം? ഈ എഡ്ജസിലൊക്കെ ഇത് വന്ന് തട്ടിയിട്ട്, ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ എഡ്ജസൊക്കെ എന്ത് ചെയ്യാം? ഈ മോൾഡിംഗ് സാൻഡിൻ്റെ സൈഡിലൊക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ മോൾഡ് ക്യാവിറ്റി റിക്വയർഡ് ഫോമിൽ നിന്ന് എന്ത് ചെയ്യാം? വ്യതിയാനങ്ങൾ വരാൻ ചാൻസുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നമ്മളിത് എന്താവും? ഫൈനൽ കാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ റിക്വയർഡ് കാസ്റ്റിങ്ങിനെക്കാട്ടിൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ സൈസ് കൂടുതലോ അല്ലെങ്കിൽ എന്തായിരിക്കും? സൈസ് കുറവായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റിൽ വരുന്ന വ്യതിയാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാറ്റേൺ അലവൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ മേക്കിംഗ് സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മോൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാറ്റേണിൻ്റെ കൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അലവൻസുകൾ അഥവാ വ്യതിയാനങ്ങൾ നമ്മൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനാണ്? നമുക്ക് ഫൈനൽ കാസ്റ്റ് പ്രൊഡക്റ്റിൽ എന്താണ്? നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മളുടെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സർഫസ് ഫിനിഷ് ഇൻക്രീസ് ചെയ്യാനും, പിന്നെ നമുക്ക് എന്തിനായിരിക്കും? നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എഫിഷ്യൻ്റായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാറ്റേൺ അലവൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാറ്റേൺ അലവൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചിന്തിച്ച് നോക്കൂ. നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷണൽ ആക്യുറൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാറ്റേൺ അലവൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയായിരിക്കും പാറ്റേൺ അലവൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബിറ്റ്വീൻ പാറ്റേൺ ആൻഡ് ഫൈനൽ കാസ്റ്റ്. നമ്മളുടെ ഫൈനൽ കാസ്റ്റ് പ്രൊഡക്റ്റും അതുപോലെ നമ്മളുടെ പാറ്റേണും തമ്മിലുള്ള ഡയമെൻഷണൽ ചേഞ്ചിനാണ് നമ്മൾ എന്ത് പറയുക? പാറ്റേൺ അലവൻസ് എന്ന് പറയാം. ഇപ്പോൾ ഡെഫിനേഷൻ മനസ്സിലായോ? നമ്മൾ എന്തിനാണ് പാറ്റേൺ അലവൻസ് കൊടുക്കുക? നമ്മളുടെ മോൾട്ടൺ മെറ്റൽ ഇതിലോട്ട് ഒഴിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യാം? സോളിഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിക്വയർഡ് കാസ്റ്റിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ കാസ്റ്റിങ്ങിൻ്റെ അതേ സൈസ് ആണെങ്കിൽ ഇത് സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും?
ഈ ഒരു ഡയമെൻഷനിൽ ചെറിയ ചേഞ്ചസുകൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, സോൾഡിഫൈ കാരണം എന്താണ്, ഇതിലുണ്ടായിരുന്ന മോൾട്ടൻ മെറ്റീരിയൽ അടുത്ത് തരണം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് ഉണ്ടാവുന്നതിന് പകരം ഈ ഒരു ലെങ്ത്തിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. പക്ഷേ ലിക്വിഡ് ഫോമിലായിരുന്നു. ലിക്വിഡ് സോളിഡായിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യും, കൺട്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ റിക്വയർഡ് ലെങ്ത്തിന് കുറച്ച് ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ മോൾട്ടൻ മെറ്റീരിയൽ ശ്രിങ്കേജോ അല്ലെങ്കിൽ കോൺട്രാക്ഷനോ ഉണ്ടാവുന്നതിനും അതുപോലെ തന്നെ നമ്മളുടെ ഫൈനൽ കാസ്റ്റ് പ്രൊഡക്റ്റും റിക്വയർഡ് ഷേപ്പിലോ റിക്വയർഡ് സൈസിലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, പാറ്റേൺ അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറ്റേൺ അലവൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം, നമ്മളുടെ മോൾഡിംഗ് ഡിസൈനും ഡിപ്പെൻഡ് ചെയ്യാം, അതുപോലെ പ്രൊഡക്റ്റ് ഡിസൈനും ഡിപ്പെൻഡ് ചെയ്യാം. ഡിഫറൻസ് ഇൻ dimension of casting and final product. ഫൈനൽ പ്രൊഡക്റ്റും കാസ്റ്റിങ്ങും തമ്മിലുള്ള ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് പറയുക, പാറ്റേൺ അലവൻസ് എന്ന് പറയാം. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുക്കുക, നമ്മളുടെ റിക്വയേർഡ് കാസ്റ്റിംഗ് സൈസ് ആൻഡ് ഷേപ്പ്. പിന്നെ നമ്മൾ എന്തിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് കൊടുക്കുക, ഡിപ്പെൻഡ്സ് ഓൺ മോൾഡ് കാസ്റ്റ് പ്രൊഡക്റ്റ് ഡിസൈൻ. മോൾഡ് ഡിസൈൻ അല്ലെങ്കിൽ കാസ്റ്റ് ഡിസൈൻ അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിസൈനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പാറ്റേൺ അലവൻസ് നമ്മൾ തീരുമാനിക്കുക. പിന്നെ എന്തായിരിക്കും മേജറായിട്ട് നമ്മൾ ഫോർ സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മെറ്റൽ. മെയിനായിട്ട് സോൾഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൺ മെറ്റൽ എന്നുള്ള പ്രോസസ്സ് നടക്കുന്ന സമയത്തുള്ള ഡയമെൻഷൻ ചേഞ്ചുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അലവൻസുകൾ നമ്മൾ കൊടുക്കാറ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പാണ് ശ്രിങ്കേജ് അലവൻസ് എന്ന് പറയുന്നത്. ശ്രിങ്കേജ് ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്, കോൺട്രാക്ട് ചെയ്യാം. എപ്പോഴായിരിക്കും, നമ്മൾ മോൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തു. മോൾഡ് ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മോൾട്ടൺ മെറ്റൽ അതിലോട്ട് ഫില്ല് ചെയ്യണം. ഈ മോൾട്ടൺ മെറ്റൽ എന്താണ്, ഫസ്റ്റ് എന്താണ്, ലിക്വിഡ് ഫോമിലാണ്. ഈ ലിക്വിഡ് ഫോമിലുള്ള മോൾട്ടൺ മെറ്റൽ എന്തായിട്ട് മാറുകയാണ്, സോളിഡ് ഫോമിലുള്ള പ്രൊഡക്റ്റായിട്ട് മാറുകയാണ്. ഇത്തരത്തിൽ മാറുന്ന സമയത്ത് 3 ടൈപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ചേഞ്ചസ് നടക്കുന്നത്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഫസ്റ്റ് എന്ന് പറഞ്ഞത് പോറിങ് ടെമ്പറേച്ചർ, അതായത് നമ്മൾ മെറ്റൽ ഒഴിക്കുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ. പോറിങ് ടെമ്പറേച്ചർ ടു ഫ്രീസിങ് ടെമ്പറേച്ചർ, ഫ്രീസ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്ത് പറയാൻ പറ്റും, ഫേസ് ചേഞ്ച്. എന്താണ് ഫേസ് ചേഞ്ച് നടക്കുന്നത്, ഫേസ് ചേഞ്ച് നടക്കുന്ന സോൾഡിഫിക്കേഷൻ പ്രോസസ്. അതെന്താണ്, ലിക്വിഡ് എന്തായിട്ട് മാറാണ്, സോൾഡായിട്ട് മാറാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ സോൾഡിഫിക്കേഷൻ ടെമ്പറേച്ചറിൽ നിന്ന് സറൗണ്ടിങ് സോൾഡിഫിക്കേഷൻ ടെമ്പറേച്ചറിൽ നിന്ന് സറൗണ്ടിങ് ടെമ്പറേച്ചറിലോട്ടുള്ള മാറ്റം നടക്കുമ്പോഴുള്ള സോൾഡിഫിക്കേഷൻ. ഇത്തരത്തിൽ 3 രീതിയിലാണ് നമ്മളുടെ മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്നത്. മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ 2 ടൈപ്പുകളും നമുക്ക് നോർമലി എന്ത് ചെയ്യാൻ പറ്റില്ല, യാതൊരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി കൺട്രോൾഡ്. പക്ഷെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സോൾഡിഫിക്കേഷൻ ടെമ്പറേച്ചറിൽ നിന്ന് സറൗണ്ടിങ് ടെമ്പറേച്ചറുള്ള ചേഞ്ചസ് നടക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാറ്റേണിൽ നമ്മൾ ശ്രിങ്കേജ് അലവൻസ് നമ്മൾ കൊടുത്തുകൊണ്ടാണ്.
ഓക്കെ, അപ്പോൾ എന്താണ് shrinkage allowance എന്ന് പറയുന്നത്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യും? സൈസ് കൂട്ടും. പാറ്റേൺ സൈസ് നമ്മൾ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പാറ്റേൺ സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്യും. എന്തിനാണ്? ഫോർ shrinkage അല്ലെങ്കിൽ എന്ത് പറയും? കോൺട്രാക്ഷൻ ഓഫ് മോൾട്ടൺ മെറ്റൽ. മോൾട്ടൺ മെറ്റൽ shrink ചെയ്യാൻ എത്രയാണോ നമുക്ക് സ്പേസ് ആവശ്യമായിട്ടുള്ളത് ആ സ്പേസ് നമ്മൾ എന്ത് ചെയ്യും? പാറ്റേൺ മേക്കിൻ്റെ സമയത്തിൽ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോൾട്ടൺ മെറ്റൽ അതിൽ ഫില്ല് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അത്രയും സ്പേസ് എന്ത് ചെയ്യും? മാറി നിൽക്കും. അപ്പോൾ നമുക്ക് അതിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി അതിന് അലവൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിക്വയർഡ് കാസ്റ്റിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ എന്ത് shrinkage allowance എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള പാറ്റേണുകൾ മോൾഡ് ക്യാവിറ്റിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ വെർട്ടിക്കൽ സർഫസിലൂടെയുള്ള മൂവ്മെൻറ്റ് കാരണം മോൾഡ് ക്യാവിറ്റിയിൽ എന്ത് ചെയ്യാം? എഡ്ജസിൽ ടിയറിങ് സംഭവിക്കാം. ടിയറിങ് ഓഫ് എഡ്ജസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പാറ്റേൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ വെർട്ടിക്കൽ സർഫസിലൂടെ ഉണ്ടാവുന്ന ടിയറിങ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പാറ്റേണിൽ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇൻവേർഡ് ആയിട്ട് ഒരു ടാപ്പേർഡ് സർഫസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. ഉണ്ടോ? എന്താണ്? വെർട്ടിക്കൽ സർഫസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ. നമ്മളിങ്ങനെ ടാപ്പേർഡ് സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻഡിലും അതുപോലെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ മോൾഡിങ് സാൻഡ് എന്ന് പറയാം. ഇതായിരിക്കും നമ്മളുടെ പാറ്റേണിൻ്റെ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് കാരണം എന്ത് ചെയ്യും? നമ്മളുടെ ഈ പാറ്റേണിൻ്റെ റിമൂവൽ ഫ്രം ദി മോൾഡ് ക്യാവിറ്റി എന്ത് ചെയ്യും? എളുപ്പത്തിലാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ടിയറിങ് ഓഫ് എഡ്ജസ് എന്നുള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു പാറ്റേണിൽ ഇതിൻ്റെ വെർട്ടിക്കൽ എഡ്ജസ് ടാപ്പേർഡ് ഇൻവേർഡ് ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയാം? ഡ്രാഫ്റ്റ് എലമെൻറ്റ്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പാറ്റേൺ ഇതിന് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇൻവേർഡ് ആയിട്ട് ടാപ്പേർഡ് സർഫസ് നമ്മൾ എവിടെ പ്രൊഡ്യൂസ് ചെയ്യും? പാറ്റേണിൻ്റെ എഡ്ജസിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? റിമൂവൽ പ്രോസസ്സ് നമുക്ക് എളുപ്പത്തിലാവും. നമ്മളുടെ ഈ ടിയറിങ് എന്നുള്ള പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന അലവൻസിനാണ് നമ്മൾ എന്താ പറയുക? ഡ്രാഫ്റ്റ് അലവൻസ് എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, തേർഡ് വണ്ണാണ് മെഷീനിങ് അല്ലെങ്കിൽ ഫിനിഷിംഗ് അലവൻസ്. പേരിലുണ്ട് എന്താണ്? മെഷീനിങ് അല്ലെങ്കിൽ ഫിനിഷിംഗ്. നമ്മൾ ഏത് സ്റ്റേജിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? പേരിലുണ്ട് എന്താണ്? നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മെഷീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഫിനിഷ് ആയിട്ട് എടുക്കുന്ന സമയത്തോ നമ്മൾ അതിൽ കൊടുക്കേണ്ട അലവൻസാണ് നമ്മൾ എന്താ പറയുക? മെഷീനിങ് അല്ലെങ്കിൽ ഫിനിഷിംഗ് അലവൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫൈനൽ കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നോർമലി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട പ്രൊഡക്റ്റിനെക്കാട്ടിലും കുറച്ചുകൂടി ഡയമെൻഷൻ നമ്മൾ കീപ്പ് ചെയ്യും. ലെങ്ത്തിലും ബ്രെഡ്ത്തിലും നമ്മൾ വോളിയത്തിലൊക്കെ കീപ്പ് ചെയ്യും. എന്തുകൊണ്ടാണത്? നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റാക്കി മാറ്റിയെടുക്കുന്ന പ്രോസസ്സിൽ നമ്മൾ കുറേ മെഷീനിങ് പ്രോസസ്സുകൾ ചെയ്യാറുണ്ട് അല്ലേ? മില്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്തരം സർഫസ് ഫിനിഷ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ മെറ്റൽസ് അതിൻ്റെ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മെറ്റൽസ് റിമൂവ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് കറക്റ്റ് ഡയമെൻഷനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് മെഷീൻ ചെയ്ത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഡയമെൻഷനിൽ കൂട്ടി ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ കൂട്ടി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മൾ എത്രയാണോ അതിൽ ഡയമെൻഷനിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി ആ ഡയമെൻഷൻ ചേഞ്ചസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിക്കിൾസ് റിമൂവ് അല്ലെങ്കിൽ മെറ്റൽസ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്മൂത്ത് സർഫസ് ഫിനിഷ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പാറ്റേണിൽ നമ്മളുടെ സർഫസ് ഫിനിഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മെഷീനിങ് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് അതും അല്ലെങ്കിൽ ഫിനിഷിംഗ് പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന അലവൻസാണ് നമ്മൾ എന്താ പറയുക മെഷീനിങ് അല്ലെങ്കിൽ ഫിനിഷിംഗ് അലവൻസ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ അലവൻസ് അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ക്യാമ്പർ അലവൻസ്. ഡിസ്റ്റോർഷൻ അലവൻസ് അല്ലെങ്കിൽ ക്യാമ്പർ അലവൻസ് എന്തായിരിക്കും പേരെന്ന് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഫോം ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത് തിൻ ഷേപ്പാണെന്ന് വിചാരിക്കാം. ഇത്തരത്തിലുള്ള തിന്നായിട്ടുള്ള പാർട്സാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ ഒരു തിൻ പാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളിതിൽ പാറ്റേൺ വയ്ക്കും. പാറ്റേൺ എവിടെ വയ്ക്കും? നമ്മൾ മോൾഡ് ഫ്ലാസ്ക് നമ്മൾ വയ്ക്കും. നമ്മളെന്ത് ചെയ്യും? സാൻഡ് ഫില്ല് ചെയ്യണം. ഇല്ലെങ്കിൽ സാൻഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? റാമിങ് പ്രോസസ്സ് ചെയ്യും അല്ലേ? എന്താ റാമിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാം. മോൾഡിങ് സാൻഡിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? എഡ്ജസിലൊക്കെ സാൻഡ് ടൈറ്റ് ആക്കി കീപ്പ് ചെയ്യാനാണ് നമ്മൾ റാമിങ് എന്ന് പറയാം. നമ്മൾ റാമിങ് സമയത്ത് ഈ എഡ്ജസ് ഇത് തിന്നായതാണ്, അത് വളരെ നേരത്തെ പീസാണ്. അപ്പോൾ നമ്മളിതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഇത് ഇൻവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അതായത് ഈ ഒരു ഡയമെൻഷണൽ ചേഞ്ചസ് വരുത്തി ഇങ്ങനെ ഉള്ളിലോട്ട് ബെൻഡ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇനി ഉള്ളിൽ നല്ല റാം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇതെന്ത് ചെയ്യാം? ഔട്ട്വേർഡ് ആയിട്ട് എന്ത് ചെയ്യാം? ചേഞ്ചസ് വരുത്താം. ഇങ്ങനെ പുറത്തോട്ട് എന്ത് ചെയ്യാം? നീണ്ടു പോവാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ റാമ്പിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻവേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആയിട്ടോ നമ്മളുടെ പാറ്റേൺ എന്ത് ചെയ്യാം? ബെൻഡ് ചെയ്ത പോലെ ചാൻസുകളുണ്ട്. റാമിങ് പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു ഇൻവേർഡ് ആയിട്ടും ഔട്ട്വേർഡ് ആയിട്ടും പോകാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്യണം. മോൾട്ടൺ മെറ്റൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളുടെ മോൾട്ടൺ മെറ്റൽ എങ്ങനെയാണ് സോളിഡിഫൈ ചെയ്യാം? ഈ ഒരു ഫോം ചെയ്ത ഷേപ്പിലോട്ടാണ് എന്ത് ചെയ്യാം? മോൾട്ടൺ മെറ്റൽ നമ്മൾ സോളിഡിഫൈ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫൈനൽ കാസ്റ്റ് പ്രോഡക്റ്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഉള്ളിലോട്ട് വളഞ്ഞിട്ടോ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഇൻവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ ക്യാമ്പർ എന്ന് പറയാം. ഔട്ട്വേർഡ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മളിത് എങ്ങനെയായിരിക്കും ഓവർകം ചെയ്യാം? നമ്മളുടെ പ്രോസസ്സ് അതായത് ഡിസ്റ്റോർഷൻ ആണോ ക്യാമ്പർ ആണോ നടക്കാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ബെൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എവിടെ? നമ്മൾ പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത്. അത്തരത്തിൽ നമ്മൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻവേർഡ് ആയിട്ടോ ഔട്ട്വേർഡ് ആയിട്ടുള്ള അലവൻസ് നമ്മൾ എന്ത് പറയാം? ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ക്യാമ്പർ അലവൻസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ലാസ്റ്റ് വണ്ണാണ് റാപ്പിംഗ് ഓർ ഷേക്കിംഗ് അലവൻസ്. റാപ്പിംഗ് ഓർ ഷേക്കിംഗ് അലവൻസ് പേരിലുണ്ട്. ഷേക്കിംഗ് എന്താണ്? നമ്മൾ പാറ്റേൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നമ്മളത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എന്താവും? എഡ്ജസ് ഒക്കെ എന്ത് ചെയ്യാം? ഡയമെൻഷനിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഡയമെൻഷണൽ ചേഞ്ചസ് നമ്മൾ ഓവർകം ചെയ്യുന്നത് റാപ്പിംഗ് ഓർ ഷേക്കിംഗ് അലവൻസ് നമ്മൾ കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റാപ്പിംഗ് അല്ലെങ്കിൽ ഷേക്കിംഗ് അലവൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യാം? ഷേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നതല്ലേ. അപ്പോൾ എന്താ? അതിൽ ഇൻക്രീസ്മെൻ്റ് ഉണ്ടാവും. നമ്മളുടെ ക്യാവിറ്റി എന്ത് ചെയ്യാണ്? റിക്വയർഡ് ഡയമെൻഷന് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ മോൾഡ് ക്യാവിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറച്ച് വയ്ക്കും, പാറ്റേണിൻ്റെ സൈസ്. അപ്പോൾ എന്ത് ചെയ്യും? പാറ്റേൺ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷേക്ക് ചെയ്യണം അല്ലേ. ഷേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ കറക്റ്റ് ഡയമെൻഷനിൽ എന്ത് ചെയ്യും? അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് മോൾഡ് ക്യാവിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് എന്താ പറയുക? റാപ്പിംഗ് അല്ലെങ്കിൽ ഷേക്കിംഗ് അലവൻസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മോൾഡിംഗ് പ്രോസസ്സിനെയും അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് ഡിസൈനൊക്കെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? പാറ്റേണിൽ നമ്മൾ ഇത്തരത്തിലുള്ള അലവൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ വേരിയസ് അലവൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. കാരണം എന്താണ്? നമ്മുടെ മെത്തേഡ് ഓഫ് കാസ്റ്റിംഗ് എങ്ങനെയാണോ അല്ലെങ്കിൽ മോൾഡിങ് എങ്ങനെയാണോ എന്നുള്ളതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞ 5 ഏത് അലവൻസ് ആണോ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക.
നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പാറ്റേൺ അലവൻസുകളെ കുറിച്ചാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി.